നിങ്ങൾ ബുർക്കിന ഫാസോ എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏകദേശം വെറും മഹാരാഷ്ട്രയുടെ അത്രമാത്രം വലിപ്പമുള്ള പശ്ചിമ ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യമാണ് ബുർക്കിന ഫാസോ. ആഫ്രിക്കൻ ചെഗുവേര എന്നറിയപ്പെടുന്ന ഇബ്രാഹിം ട്രയോറെ എന്ന ചെറുപ്പക്കാരനാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി. 2022 ഭരണത്തിലെത്തിയ ഇദ്ദേഹം ആ കൊച്ചു രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളെപ്പോലും തല താഴ്ത്തിക്കാൻ കെൽപ്പുള്ളതാണ്. അത്തരത്തിലുള്ള ഇബ്രാഹിം ട്രയോറയുടെ ചില ഗെയിം ചേഞ്ചിങ് ഇന്നൊവേഷനുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പഴയ വാഹനങ്ങളുടെ ടയറുകൾ ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നും ഈ റോഡുകൾക്ക് ചെലവ് കുറവാണെന്നും ബലമുള്ളതാണെന്നും പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിരി വന്നേക്കാം. എന്നാൽ മുൻപേ പറഞ്ഞ ഇബ്രാഹിം ട്രയോറെ രാജ്യത്തെ പഴയതും കേടായതുമായ ടയറുകൾ മാലിന്യമായി വലിച്ചെറിയുന്നതിന് പകരം അവ റോഡ് നിർമ്മാണത്തിന് അടിത്തറയായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് ബുർക്കിന ഫാസോ എന്ന് മുൻപേ പറഞ്ഞല്ലോ. പലപ്പോഴും അന്താരാഷ്ട്ര വായ്പകളെ ആശ്രയിച്ചാണ് ഈ രാജ്യം മുന്നോട്ടു പോകുന്നത്. അതിനാൽ തന്നെ അവിടെയുള്ള റോഡുകളും പാലങ്ങളും പോലുള്ള മിക്ക അടിസ്ഥാന സൗകര്യങ്ങളും വളരെ പഴക്കമുള്ളതും തകർന്നതുമാണ്. മഴക്കാലത്ത് റോഡുകൾ ഒലിച്ചു പോവുകയും വേനൽക്കാലത്ത് കടുത്ത ചൂട് കാരണം പൊട്ടിപ്പൊളിയുന്നതും കൊണ്ട് ഇവിടെയുള്ള റോഡുകൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആംബുലൻസുകൾ, ഫയർ ട്രക്കുകൾ, സ്കൂൾ ബസ്സുകൾ എന്നിവ പലപ്പോഴും മണിക്കൂറുകളോളം ഈ റോഡുകളിലെ ചെളിയിൽ കുടുങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഇബ്രാഹിം ട്രയോറെ വളരെ വിചിത്രമായ ആശയവുമായി മുന്നോട്ട് വരുന്നത്. അതായത് ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ടയറുകൾ റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുക എന്നതായിരുന്നു ആ ആശയം. സത്യത്തിൽ ഈ ടയറുകൾ കത്തിക്കുന്നത് അപകടകരമായ വാതകങ്ങൾക്ക് കാരണമാവുകയും ഇനി ഇവ നദികളിലോ ഓടകളിലോ വലിച്ചെറിയുന്നത് പരിസ്ഥിതിയെ മലിനമാക്കുകയും ചെയ്യും. പക്ഷേ ഇവ റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചാൽ പ്രകൃതിക്ക് ദോഷം ചെയ്യുകയുമില്ല. എന്നാൽ മാലിന്യമായിരുന്ന വസ്തു ഒരു ഉപയോഗ വസ്തുവായി മാറുകയും ചെയ്യും. അതിനായി ഈ ടയറുകൾ ശ്രദ്ധാപൂർവം ഒരു പ്രത്യേക രീതിയിൽ നിലത്ത് പാകിയ ശേഷം ഒരു പ്രത്യേക സിമന്റ് മിശ്രിതം ഇവയ്ക്ക് മുകളിൽ ഒഴിക്കുകയാണ് ചെയ്യുക. ഈ സിമന്റ് റബ്ബറുമായി നന്നായി ഒട്ടിപ്പിടിക്കുകയും ചൂടും തണുപ്പും സർവൈവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതി എക്കോ ഫ്രണ്ട്ലി ആണെന്ന് മാത്രമല്ല ട്രഡീഷണൽ റോഡ് നിർമ്മാണത്തെക്കാൾ 40% ചെലവ് കുറവാണെന്നും വിദഗ്ധർ പറയുന്നു. കൂടാതെ ഇത്തരം ടയറുകൾ കൊണ്ട് നിർമ്മിക്കുന്ന റോഡുകൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെയുണ്ട്. അതായത് ഭൂകമ്പങ്ങളിൽ നിന്നും കനത്ത മഴയിൽ നിന്നുമുള്ള ആഘാതങ്ങളെ സാധാരണ റോഡുകളെക്കാൾ നന്നായി ഇത്തരം റോഡുകൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുമത്രേ. റോഡിൽ ഹൈ പ്രഷർ വന്നാലും റബ്ബറിന് ചുരുങ്ങാൻ കഴിയുന്നത് കൊണ്ട് ഇത് എളുപ്പത്തിൽ പൊട്ടിപ്പോവുകയുമില്ല. അതിനാലൊക്കെ തന്നെ ബുർക്കിന ഫസോയിലെ പല ചെറിയ ഗ്രാമങ്ങളും ഇപ്പോൾ പ്രധാന നഗരങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇതിലൂടെ രാജ്യത്തെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഇബ്രാഹിം ട്രയോറെ തൊഴിൽ നൽകുകയും ചെയ്യുന്നു. ടയറുകൾ ശേഖരിക്കുന്നത് മുതൽ വൃത്തിയാക്കുക, ക്രമീകരിക്കുക, റോഡ് നിർമ്മിക്കുന്നത് വരെ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും പ്രാദേശിക തൊഴിലാളികൾക്ക് ജോലിയും ലഭിക്കുന്നു. ഇത് തൊഴിലില്ലായ്മ കുറയ്ക്കുകയും വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മിക്ക രാജ്യങ്ങളിലും ബിറ്റുമിൻ, അതായത് കറുത്ത പശ പോലെയുള്ള ഒരു പദാർത്ഥം, അസ്ഫാൾട്ട്, മറ്റ് രാസവസ്തുക്കൾ എന്നിവ പോലുള്ള റോഡ് നിർമ്മാണ സാമഗ്രികൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ പദ്ധതിയിലൂടെ ബുർക്കിന ഫസോയ്ക്ക് ഇത്തരം ഇറക്കുമതിയുടെ ആവശ്യവും കുറയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ മാലി, നൈജർ, ചാഡ് തുടങ്ങിയ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ ടയർ റോഡ് മോഡൽ പഠിക്കാനായി ബുർക്കിന ഫസോയിലേക്ക് ടീമുകളെ അയച്ചിട്ടുണ്ട്. ചില യൂറോപ്യൻ എൻവിറോൺമെന്റ് ഗ്രൂപ്പുകളും ഇതിനെ വളരെ മികച്ച പദ്ധതിയായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇബ്രാഹിം ട്രയോറയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു റോഡ് നിർമ്മാണ പദ്ധതി മാത്രമല്ല, ഇതൊരു പുതിയ കാഴ്ചപ്പാട് കൂടെയാണ്. രാജ്യത്തെ ആളുകൾക്ക് സ്വന്തം രാജ്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നേതാക്കൾക്ക് സത്യസന്ധമായ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ഏതൊരു ദരിദ്ര രാജ്യത്തിനും ലോകത്തെ അത്ഭുതപ്പെടുത്താൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇനി ഇബ്രാഹിം ട്രയോറെ ആരംഭിച്ച മറ്റൊരു പ്രധാന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ആർട്ടിഫിഷ്യൽ കനാലുകളുടെ നിർമ്മാണം. ഇതൊരു ചെറിയ ജലപാതയല്ല. ബുർക്കിന ഫസോയിലെ കർഷകർക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു സ്വപ്നമാണിത്. രാജ്യത്തിന്റെ പല ഗ്രാമീണ ഭാഗങ്ങളിലും മഴയുടെ അഭാവം കാരണം കർഷകരുടെ വിളകൾ നശിക്കുന്നത് പതിവായിരുന്നു. കർഷകർ വിത്തുകൾ നട്ടിരുന്നുവെങ്കിലും വെള്ളമില്ലാതെ വയലുകൾ ഉണങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇബ്രാഹിം ട്രയോറെ രാജ്യത്തിന്റെ നേതാവായപ്പോൾ അദ്ദേഹം ഒരു വലിയ ആർട്ടിഫിഷ്യൽ കനാൽ സിസ്റ്റം നിർമ്മിക്കാൻ തുടങ്ങി. ഈ കനാലുകൾ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലേക്കും വെള്ളമെത്തിക്കുന്നു. മഴവെള്ളം സംഭരിക്കാനും വർഷം മുഴുവൻ കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കാനുമാണ് കനാൽ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കൃഷി മെച്ചപ്പെടുത്തുകയും രാജ്യത്തെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.
ബുർക്കിന ഫാസോ ഗോതമ്പ്, അരി, ചോളം, പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞില്ല, തന്റെ രാജ്യത്ത് ഒരു സോളാർ സിറ്റി നിർമ്മിക്കുന്ന പദ്ധതി കൂടി ഇബ്രാഹിം ട്രയോറെ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. ഒരു കാലത്ത് ബുർക്കിന ഫസോയിൽ പകൽ പോലും വീടുകൾ ഇരുട്ടായിരുന്നു. കുടുംബങ്ങൾ പാചകത്തിന് വിറകുപയോഗിക്കുകയും കുട്ടികൾ മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിച്ച് പഠിക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് രാജ്യം പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരം നിർമ്മിക്കുകയാണ്. ടെക്നോളജി ഉപയോഗിച്ച് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഒരു നഗരമാണത്രേ ഇബ്രാഹിം ട്രയോറയുടെ സ്വപ്നം. കുറച്ചുകാലം കൂടെ കഴിഞ്ഞാൽ രാജ്യത്തെ ഓരോ വീടിനും, സ്കൂളിനും, ഹോസ്പിറ്റലിനും, ഫാക്ടറിക്കും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവയുടെ മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ ഉണ്ടാകും. യഥാർത്ഥ ഡെവലപ്മെന്റ് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലല്ലെന്ന് ഇബ്രാഹിം ട്രയോറെ വിശ്വസിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതം എളുപ്പമാകുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം. വൈദ്യുതി പ്രശ്നം പരിഹരിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സോളാർ പാനലുകൾ നിർമ്മിക്കാനും സ്ഥാപിക്കാനും പരിപാലിക്കാനുമായി ഒരുപാട് തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു. ഏതായാലും ഇത്രയും കാലം ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു കൊച്ചു രാജ്യം ലോകശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ന്യൂയോർക്ക് മോഡൽ റോഡുകൾ ഏത് കാലത്താണാവോ പൊട്ടിപ്പൊളിയാതെ ഇതുപോലെ കാണാൻ സാധിക്കുക. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.